ഗോപാൽസ്വാമിപേട്ടയിലേക്ക് പോവാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? വെൽക്കം ബാക്ക് എവരിവൺ. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ എൻ്റെ ഫാമിലിയുമുണ്ട്. നമ്മളിന്ന് നേരെ ഗോപാൽസ്വാമി ബെട്ട കാണാൻ വേണ്ടിയിട്ട് കർണാടകയിലേക്ക് പോവുകയാണ്. വയനാട്ടിലെ വെള്ളമുണ്ടയിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങിയതെങ്കിലും വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് മീനങ്ങാടിയിൽ നിന്നാണ്. മീനങ്ങാടി കഴിഞ്ഞിട്ട് നേരെ ബത്തേരിക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം ബത്തേരി ടൗൺ. ബത്തേരി ടൗൺ ഒരു പ്രത്യേകതയുള്ള കാര്യം നിങ്ങൾക്കറിയാം, ദ ക്ലീൻ സിറ്റി ഓഫ് കേരള എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഒരു കഷ്ണം പേപ്പർ പോലും നമുക്ക് ഈ ടൗണിൽ എവിടെയും കാണാൻ പറ്റില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ടൗണ്, ഈ നഗരസഭ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലും കാറ്റിലും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബത്തേരിയുടെ ട്രേഡ് മാർക്കായിട്ടുള്ള ഈ ഒരു ചെടി മൊത്തത്തിൽ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതൊരു കടലാസ് പൂവിൻ്റെ വലിയ ചെടിയായിരുന്നു. അത് വീണ്ടും തളിർത്ത് വരാൻ തുടങ്ങിയപ്പോൾ വളരെ സന്തോഷം. അങ്ങനെ നമ്മൾ ബത്തേരി ടൗൺ വിട്ട് നേരെ മുത്തങ്ങയ്ക്ക് പോവുകയാണ്. ഈ കാണുന്ന രണ്ട് സൈഡിലും കാടാണ്. ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വഴി ബന്ദിപ്പൂർ ഫോറസ്റ്റും പാസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഗുണ്ടിൽപേട്ടിലേക്കാണ് പോവുക. നമ്മുടെ മൈസൂരിലേക്ക് പോകുന്നതും ബാംഗ്ലൂരിലേക്ക് പോകുന്നതൊക്കെ ഈ സെയിം റൂട്ടാണ്. കംപ്ലീറ്റ് കാടാണ്. അതേപോലെ തന്നെ ഒരുപാട് വന്യജീവികളും ഉള്ള ഒരു നിബിഡ വനം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാടും കൂടിയാണിത്. അങ്ങനെ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വേറെ ചെക്കിംഗ് ഒന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് സാധാരണ ചെക്കിങ് കൂടുതൽ. ഇനി വരാൻ വേണ്ടി പോകുന്നത് കർണാടകയുടെ ചെക്ക് പോസ്റ്റാണ്. റോഡുകളുടെ കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കേരളമാണെങ്കിലും കർണാടക ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും റോഡൊക്കെ വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കർണാടക ബോർഡറിലേക്ക് കയറിയിരിക്കുകയാണ്. 20 രൂപയാണ് ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത്. ഇവിടെയുള്ള ഈ ഒരു 2 ഹമ്പ് വളരെ വൃത്തികെട്ട ഹമ്പാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവുള്ള വണ്ടിയാണെങ്കിൽ എന്തായാലും അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വണ്ടി വാഗണറാണ്. 165 mm ഹൈറ്റ് ഉണ്ടായിട്ട് പോലും നമ്മുടെ വണ്ടിയുടെ അടി തട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വണ്ടി ചരിച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെ ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടുകൂടി തന്നെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ദൂരത്തേക്ക് ഫോറസ്റ്റ് മാത്രമല്ല ഓരോ 100 മീറ്റർ കഴിയും തോറും ഹമ്പും ഉണ്ട്. ആ ഒരു സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊരു സംഭവം ചെയ്തേക്കുന്നത്. എല്ലാ 100 മീറ്ററിലും ഹമ്പാണ്. കാരണം വേറൊന്നുമല്ല, മൊത്തത്തിൽ വന്യമൃഗങ്ങളാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും റോഡ് ക്രോസ് ചെയ്യാം. അപ്പോൾ ചവിട്ടിയാൽ നിൽക്കാൻ പറ്റുന്ന സ്പീഡിലേക്ക് ആക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊരു ടെക്നിക്ക് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ആനിമൽ സൈറ്റ് കിട്ടിയിരിക്കുകയാണ്. ദാ കാണുന്നതാണ് ഒരു പടുകൂറ്റൻ ആന. ആ ആന കുറച്ച് ദൂരെയായിരുന്നു. നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. പക്ഷേ ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഒരു കൂട്ടം ആനകളാണ് പിന്നെ റോഡ് നിറയെ. ആദ്യമൊക്കെ ആനേനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അടിപൊളി. പക്ഷേ ഇതിങ്ങനെ ഒരുപാട് ആനകളെ കാണാൻ തുടങ്ങിയപ്പോൾ ശരിക്കും നമുക്കൊരു പേടി മനസ്സിൽ വരാൻ തുടങ്ങി. തിരിച്ചു വന്നപ്പം 2 ആനയാണ് നമ്മളെ കാറിന് പുറകെ ഓടി വന്നത്. അത് നമുക്ക് തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോയിൽ കാണാം. കുഞ്ഞുവിൻ്റെ വിളി തിരിച്ചു വന്നപ്പോൾ ആന കേട്ടെന്നാണ് തോന്നുന്നത്. ആന ശരിക്കും നമ്മുടെ നേരെ വന്നു. ശരിക്കും വിറച്ചു പോയായിരുന്നു. എന്തായാലും അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആനേനെയും കണ്ട് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞതാ ഹൈവേയിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് വെറും 20 കിലോമീറ്റർ ഉള്ളൂ ഗുണ്ടിൽപേട്ടിലേക്ക്. ഗുണ്ടിൽപേട്ട് എത്തുന്നതിന് മുന്നേ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ഗോപാൽസ്വാമി ബെട്ടയ്ക്ക് പോകേണ്ടത്. കേരളം പോലെയല്ല കർണാടകയൊന്നും. കാരണം തരിശ് ഭൂമിയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ റോഡൊക്കെ സ്ട്രെയിറ്റ് ആണ്. വേറെ വളവുകളും തിരിവുകളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഗോപാൽസ്വാമി ബെട്ടയ്ക്ക് തിരിയാനുള്ള ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചെറിയ ടൗണിൻ്റെ പേരാണ് കണ്ണങ്കൽ. ഈ കണ്ണങ്കലിൽ വെച്ചാണ് നമുക്ക് റൈറ്റിലേക്ക് പോകേണ്ടത്. എന്തായാലും ഇവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാവാം മുന്നോട്ടുള്ള യാത്ര തീരുമാനിച്ചു.
നല്ലൊരു ചായക്കടയായിരുന്നു, നല്ല ചായയായിരുന്നു, ഒരുപാട് തരം കടികളും ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ ഒരു പെരുമാറ്റവും ആ ഒരു ചായയുടെ ടേസ്റ്റും കൊണ്ട് തിരിച്ചു വന്നപ്പോഴും നമ്മൾ അവിടുന്ന് ചായ കുടിച്ചു. അങ്ങനെ അവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഈ കാണുന്ന റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് കൂടെ കയറി നേരെ ഗോപാൽസ്വാമിപേട്ടയ്ക്ക് പോവുകയാണ്. ഇത് ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു വഴിയാണ്. മെയിൻ റോഡ് അപ്പുറത്ത് വേറെയുണ്ട്, പക്ഷേ ആ വഴി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരുപാട് വർഷം മുന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു റൂട്ടുണ്ടല്ലോ കിടിലായിരുന്നു. കാരണം രണ്ട് സൈഡിലും ഫുള്ള് പച്ചക്കറി തോട്ടങ്ങളും അതേപോലെ തന്നെ വിശാലമായി കിടക്കുന്ന കൃഷിഭൂമിയാണ്. സൂര്യകാന്തി പാടങ്ങൾക്കും അതേപോലെ തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള പച്ചക്കറി കൃഷികൾക്കും വേണ്ടിയിട്ട് ഫേമസ് ആണ് ഗുണ്ടൽപേട്ട്. ഇപ്പം നിലം ഒരുക്കിയിടുന്ന സമയമായതുകൊണ്ടാണ് ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്നത്. ഒരു 2-3 മാസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഫുള്ള് പച്ച നിറമായിരിക്കും. അതേപോലെ തന്നെ പൂവുകളൊക്കെ നിറഞ്ഞിട്ട് നല്ല രസമായിരിക്കും ഈ റൂട്ട് എന്ന് പറയുന്നത്. ഉള്ളിക്കൃഷിയാണ് ദാ ഈ കാണുന്നത് മൊത്തത്തിൽ. നമ്മൾ കുറേ ദൂരം ഇതേപോലെ കൃഷിയിടത്തിന് നടുവിലൂടെ വണ്ടി ഓടിച്ചിട്ട് ദാ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് കയറുകയാണ്. ശരിക്കും ഇവിടെയൊക്കെ ഉള്ളൊരു കൾച്ചർ ഇങ്ങനെയാണ്. ഒരു 100 ഏക്കർ 200 ഏക്കർ സ്ഥലത്തോളം കൃഷിയായിരിക്കും. അത് കഴിഞ്ഞാൽ ചെറിയൊരു പട്ടണത്തിലേക്ക് കയറുകയാണ്. അവിടെയുള്ള കൃഷിക്കാരൊക്കെ താമസിക്കുന്നത്, അവിടെയാണ് സ്കൂളുള്ളത്. അങ്ങനെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ദാ ഈ കയറിയിരിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ചെറിയ റോഡാണ്. ആ റോഡിൻ്റെ 2 സൈഡിലും വളരെ ചേർന്ന് തന്നെ വീടുകളും ഉണ്ടാവും. കണ്ടില്ലേ, ഇതേ റോഡിൻ്റെ നടുക്കൊക്കെയാണ് ഓരോ വീടൊക്കെ പണിത് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തരിശ് ഭൂമിയാണ്, ചുറ്റും വലിയ കൃഷിയിടങ്ങളാണ്. ഇതുപോലെ അനന്തമായി കിടക്കുകയാണ് നമ്മുടെ റോഡ്. 2 സൈഡിലും വിശാലമായ കൃഷിയിടങ്ങൾ. നല്ല രസമാണ് ഇങ്ങനെയുള്ള റോഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്നത്. ഒരു 2-3 മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഈ കണ്ട ഫീലേ ആയിരിക്കില്ല. ഇതൊരു മറ്റൊരു ലോകമായിരിക്കും. എന്തായാലും ഞാൻ ഈ വഴിക്ക് ഒന്നുകൂടി വരുന്ന ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിലൂടെ വണ്ടി ഓടിക്കുന്നത്. അങ്ങ് ദൂരെ വിശാലമായി കിടക്കുന്ന മലനിരകളും അതേപോലെ തന്നെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന റോഡും എന്തൊരു ഭംഗിയുള്ള ഒരു ഏരിയ ആണ് നോക്കിയത്. അങ്ങനെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് നമ്മൾ ഗോപാൽസ്വാമിപേട്ടയുടെ താഴ്വാരത്തുള്ള എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് നമ്മുടെ കാറിൽ, അതായത് ഒരു പ്രൈവറ്റ് വണ്ടിയിൽ പോകാനുള്ള അവകാശമില്ല. ഇവരുടെ KSRTC ബസ്സുണ്ട്, അതായത് കർണാടക RTC ബസ്സുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അതിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ വെച്ച് 40 രൂപയാണ് പാർക്കിംഗ് ചാർജ്. ആ 40 രൂപയും കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ്. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ മോൻ എന്തായാലും 5 വയസ്സുണ്ടായിരുന്നു. 5 വയസ്സുള്ള കുട്ടിക്ക് എന്തായാലും ടിക്കറ്റ് വേണ്ടെന്ന് അവർ പറഞ്ഞു. ദാ ഈ കാണുന്ന പോലത്തെ ബസ്സുകളിലാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സർവീസാണത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു 70 രൂപയ്ക്ക് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് വരുന്നവരൊക്കെ കയറി ഈ ബസ് ഫുള്ളായതിന് ശേഷം മാത്രമേ ഒരു സർവീസ് എടുക്കുകയുള്ളൂ. പക്ഷേ അന്ന് ഞങ്ങൾ പോയ ദിവസം സാറ്റർഡേ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സർവീസ് എടുക്കാൻ പറ്റി. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വണ്ടി എടുത്തു. ഞാനെന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ പോയിട്ട് നിന്നു. നല്ല കിടിലൻ യാത്രയാണ്. ഇനി അങ്ങോട്ടുള്ളൊരു 10-20 മിനിറ്റ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം. 4:05 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ബസ് സർവീസ് നിർത്തും, മുകളിലേക്ക് നമ്മളെ കയറ്റി വിടില്ല. അതുകൊണ്ട് 4 മണിക്ക് മുന്നേ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ രാവിലെ 8:30-ക്ക് ശേഷം എത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. മുകളിലേക്ക് കയറി ഓരോ വളവ് തിരിയുമ്പോഴും താഴേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമായി വന്നിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ കാട് പോലെയല്ലല്ലോ, ഹൈറ്റ് വളരെ കുറഞ്ഞൊരു കാടാണ് താഴെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരവതാരി വിരിച്ച പോലെയാണ് താഴേക്കുള്ള കാഴ്ചകൾ ഈ കാണുന്നത്. വളരെ പണ്ട് ഞാനിങ്ങോട്ട് പോയ സമയത്ത് ഈ റോഡൊക്കെ വളരെ മോശമായിരുന്നു. അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയെന്നല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ റോഡ് അത്യാവശ്യം ടാർ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. വളരെ വീതി കുറവാണ്. ഒരു ബസ്സിന് കഷ്ടി പോകാനുള്ള ഒരു റോഡിന് വീതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെങ്കിൽ അതിന് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ചില ഏരിയകളിൽ മാത്രമാണ് റോഡിൻ്റെ ലെഫ്റ്റിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. മൊബൈൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. ആ ക്യാമറ ഒന്നുകിൽ നമ്മുടെ കാറിൽ വെച്ചിട്ട് പോകാം, അല്ലെങ്കിൽ കൗണ്ടറിൽ 100 രൂപയും കൊടുത്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല തിരക്കായതുകൊണ്ട് തന്നെ പുറകെ ബസ്സുകൾ ഇതേപോലെ പോകുന്നുണ്ട്. നമ്മുടെ തൊട്ട് മുന്നേ പോയ ബസ്സാണ് ഇതാ കാണുന്നത്.
ഇതുപോലുള്ള ചില ഇടങ്ങളിൽ എത്തുമ്പോഴാണ് ഓപ്പോസിറ്റ് വണ്ടി വരുന്നതെങ്കിൽ ഒരു സമാധാനമുണ്ട്. കാരണം ആ ലെഫ്റ്റിലേക്ക് നമുക്ക് കയറ്റി നിർത്താനുള്ള ഒരു ഗ്യാപ്പ് അവിടെയുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്തൊരു ബ്ലോക്കായിരിക്കും എന്ന്. ഇതെന്തായാലും ഇവരുടെ നല്ലൊരു തീരുമാനമാണ്. ഒട്ടും തിരക്കുണ്ടാവില്ല, ഇവരുടെ വണ്ടികൾ മാത്രം ഇങ്ങോട്ട് വരുന്നു എന്ന കാര്യം. അങ്ങനെ നമ്മൾ ആ ചുരം കയറി ഏറ്റവും മുകളിലുള്ള ആ ഏറ്റവും ഭംഗിയുള്ള ഗോപാൽസ്വാമി ബെട്ടയുടെ താഴെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് സാക്ഷാൽ ഹിമവത് ഗോപാൽസ്വാമി ബെട്ട. കിടിലെന്നൊക്കെ വെച്ചാൽ നല്ല കിടിലൊരു അമ്പലമാണ്. ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ വേറെ ഒന്നുമില്ല, ഈ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്ന മൊത്തത്തിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു അമ്പലമാണിത്. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് നമ്മുടെ ഈ ഗോപാൽസ്വാമി ബെട്ട. നമ്മുടെ ഹംപി സീരീസിൽ ഒരു രാജവംശത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൊയ്സാല രാജവംശത്തിൻ്റെ. അങ്ങനെ ഹൊയ്സാല രാജവംശത്തിലെ രാജാക്കന്മാരാണ് 700 വർഷങ്ങൾക്ക് മുന്നേ ഈ അമ്പലം നിർമ്മിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗോപാലസ്വാമി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ചുറ്റോട് ചുറ്റും ഇതേപോലെ വിശാലമായി കിടക്കുന്ന പുൽമേടുകളാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ നിറയെ ആനകളും വരാറുണ്ട്. അതേപോലെ തന്നെ മഞ്ഞുകാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ കംപ്ലീറ്റ് കോടയായിരിക്കും. ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. ഏപ്രിൽ ലാസ്റ്റോട് കൂടിയാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. നല്ല വെയിലായിരുന്നെങ്കിലും നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ വെയിൽ നമുക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഒട്ടും തന്നെ ചൂടുണ്ടായിരുന്നില്ല. അഗസ്ത്യമുനിയാണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം. ഈ ഒരു വേനൽക്കാലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഹിമവത്, അതായത് കർണാടകയിലെ മഞ്ഞെന്നാണ് ഹിമവത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഹിമവത് ഗോപാൽസ്വാമി ബെട്ട എന്ന് അറിയപ്പെടാനുള്ള കാരണം. കണ്ടില്ലേ, ബസ്സുകളൊക്കെ ഇവിടുന്ന് ആൾക്കാർ ഫില്ല് ചെയ്തിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ഞിയാണ് ഇവിടുത്തെ പ്രധാന പ്രസാദമെങ്കിലും തക്കാളി സാദം, സാമ്പാർ സാദം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടുന്ന് പ്രസാദമായിട്ട് ലഭിക്കുന്നുള്ളതാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. നല്ല വൃത്തിയും വെടുപ്പുള്ള ഒരു അമ്പലം കൂടിയാണിത്. ദാ ഈ ഏരിയയിലുള്ളൊരു വ്യൂ വളരെ ഫേമസ് ആണ്. ആ ഏരിയയിൽ നിന്ന് ബസ് ഇങ്ങനെ കയറി വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ മുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ താഴേക്ക് ദാ ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ കയറി തിരിച്ച് താഴേക്ക് എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് ഇതുവരെ ഇതിൻ്റെ മുകളിൽ എവിടെയും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആയിട്ടില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ ബാത്റൂമിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. നമുക്ക് ബാത്റൂമിൽ വല്ലതും പോകണമെങ്കിൽ താഴെ പാർക്കിങ്ങിലുണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അവിടെ വേണം പോകാൻ. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ താഴെ പാർക്കിങ്ങിൽ നിന്നെല്ലാം സാധിച്ചതിന് ശേഷം മാത്രം മുകളിലേക്ക് വരിക. മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വല്ല കാട്ടിൽ പോയിരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. 2025 ഏപ്രിൽ ലാസ്റ്റിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഒരു 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊക്കെ ബെറ്റർ ആവുമായിരിക്കും. മുകളിലെ പണി കംപ്ലീറ്റ് ആവുമായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് ചുരം ഇറങ്ങി ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ദാ വീണ്ടും എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടിയെടുത്ത് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഏറെക്കുറെ സമയം വൈകുന്നേരം 5:30 ആയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ വന്ന് കിട്ടില്ല ഫീലായിരുന്നു. ക്ലൈമറ്റൊക്കെ നമ്മളെ ലൈറ്റൊക്കെ ഓവർ എക്സ്പോസ് ആവാണ്ട് നല്ല ബാലൻസ്ഡ് ലൈറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡ്രോണൊന്ന് പൊക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇതായി കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ, താഴെ ആ ഒരു നില ഒരുക്കിയിട്ടൊക്കെ നല്ല ചുവന്ന കടലിൽ കിടക്കുകയാണ്. എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ. നല്ല അലുവ മുറിച്ച പോലെയാണ് നമ്മുടെ പാടങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. ഒരു 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലുക്കേ വേറെ ആയിരിക്കും. ചിലപ്പോൾ ഇതൊക്കെ നിറച്ച് ഉള്ളിക്കൃഷി ആയിരിക്കാം, അല്ലെങ്കിൽ നിറച്ച് സൺഫ്ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ദിപ്പൂക്കളായിരിക്കാം. എന്താണെന്നുള്ള കാര്യം ഒരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ തന്നെ കാണാൻ അതിമനോഹരമാണ്.
അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ച് ഹൈവേ കയറിയിട്ട് ഇതാ വീണ്ടും ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. 6 മണിക്ക് കേരളത്തിലേക്ക് കടക്കാനുള്ള ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറണം. ഫോറസ്റ്റ് കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതുള്ളൂ. ദാ മുന്നിൽ കാണുകയാണ് നല്ല ഒറ്റ കൊമ്പൻ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആനകളെ ശരിക്കും പേടിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. പക്ഷെ പ്രശ്നം അതായിരുന്നില്ല. അടുത്ത കണ്ടത് ഒരു കൂട്ടം ആനകളായിരുന്നു. ഒരു 5-8 ആനയെങ്കിലും ഇങ്ങനെ നിരന്ന്, ആ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമായിരുന്നു. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ നേരെ ഒരു ആന ഓടി വന്നതാണ്. ജസ്റ്റ് മിസ് എന്ന് പറയാം. ഇടത്തെ സൈഡിൽ നിന്ന് ആ ആന നമ്മുടെ നേരെ ഓടി വന്നപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്തു. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ഒരു 5-10 ആനകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ആന നമ്മുടെ നേരെ ഒരു വരവായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് അന്നൊരു ആത്മധൈര്യം കിട്ടിയത് കൊണ്ട് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ചവിട്ടി എടുക്കാൻ പറ്റി. ആനയുടെ കാലിൻ്റെ അടിയിൽ കൂടെ തുമ്പിക്കയുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. തലനാരും എനിക്ക് രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അത് ശരിക്കും നേരിട്ട് അനുഭവിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഒരു വാർത്തയിൽ നാളെ ഞങ്ങളുടെ കുടുംബം മൊത്തത്തെ തീർന്നേനെ. അതുകൊണ്ട് നമ്മളിങ്ങനെ സമാധാനപരമായിട്ട് ഒരുപാട് ആനകൾ ഇങ്ങനെ കാടിൻ്റെ സൈഡിൽ നിന്ന് മേഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഏത് നിമിഷം വരാണെങ്കിലും അത് നമ്മുടെ നേരെ തിരിഞ്ഞു വരാൻ പറ്റും. നല്ല ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അന്നേരം എടുത്ത് വണ്ടി പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അന്നേരം മനസ്സിലായി. എല്ലാവരും സൂക്ഷിക്കുക. കാട്ടിലുള്ള ആനകളൊക്കെ കാണുമ്പോൾ അതിനടുത്ത് പോയി നിൽക്കുക, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അഡ്വഞ്ചറായിട്ടുള്ള യാത്രയിൽ സംഭവിച്ച വിശേഷങ്ങൾ. അടുത്തൊരു ട്രിപ്പിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇറ്റ്സ് മീ മനുശങ്കർ സൈനിങ് ഓഫ്.